മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഈ പ്രൊഫൈലൊക്കെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെ വർക്ക്ഔട്ട് ആവും. നമ്മൾ എങ്ങനെയാണ് നമുക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരെ ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ അറിയാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാണ് ജസ്റ്റ് സംസാരിച്ചിട്ട് ഇങ്ങനെ സ്നേഹിച്ചു തുടങ്ങുക എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മാട്രിമോണി കൂടി ഞാൻ കണ്ടുപിടിയത്. ഇഷ്ടപ്പെടാനുള്ള കാരണം ഞങ്ങൾ നന്നായി രണ്ടാളും സംസാരിക്കും. അതാണ് ഞങ്ങളുടെ മെയിൻ ഇത്. ലൈക്ക് എനിക്കും സംസാരിക്കുന്ന ആൾക്കാരെ ഇഷ്ടമാണ്, അക്കുവിനും അതുപോലെ തന്നെയാണ്. ഐഷുവായിട്ട് ഉള്ള ഒരു അടുപ്പം എനിക്ക് എങ്ങനെ അത് പറയണമെന്ന് അറിയില്ല. പക്ഷെ അതൊരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. മെയിൻ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും കുറെ വാല്യൂസും കാര്യങ്ങളും ഭയങ്കര സെയിം ആയിരുന്നു. സെയിം ആണ് എപ്പോഴും അങ്ങനെ ആയിരിക്കും. അതായത് നമുക്ക് ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമുക്ക് എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ തന്നെ മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ. പിന്നെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് ആ ഒരു ഇതും മനസ്സിലാവും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കളിയാക്കും. ഞങ്ങളൊരു ടാഗ് ലൈൻ ഇട്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കളിക്കും. ഞാൻ പറഞ്ഞു ഞാനൊരു ഫൺ ബ്രൈഡും ആക്കൊരു വൈബ്രേഷ് ഗ്രൂമുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ലൈക്ക് ശരിയാണ്, ഞങ്ങൾ രണ്ടാളും ഭയങ്കര സ്മൂത്തായിട്ട് സംസാരിക്കാനും പറ്റുന്നുണ്ട്. ഇവനെ അക്കുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ഫ്രണ്ട്സിനെ അക്കുവിനെ അറിയാം. ലൈക്ക് ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. ഐശ്വര്യ ലൈഫിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ആക്ച്വലി ഒരു ക്ലാരിറ്റി കിട്ടിയത്. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ നോക്കുന്ന ക്വാളിറ്റീസ്. അതായത് ഒരുപക്ഷെ ഐശ്വര്യയിലുള്ള കുറെ ക്വാളിറ്റീസ് എന്റെ വീക്ക്നെസ് ആണ്. അതായത് എനിക്ക് ഇല്ലാത്ത കുറെ നല്ല നല്ല ക്വാളിറ്റീസ് ഐശ്വര്യുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് തന്നെ ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഞാനും അക്കും 21 ഡിസംബറിലാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് സംസാരിച്ചു തുടങ്ങുന്നത്. ആൻഡ് വെരി നെക്സ്റ്റ് ഇയർ ഞങ്ങൾ 1 വർഷം ഡേറ്റ് ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് 22 ഡിസംബർ 2024. ഭയങ്കര സന്തോഷം. എന്താ ലൈക്ക് അക്കു ഈസ് നോട്ട് ലൈക്ക് ഒരു പാർട്ട്ണർ മൂഡൊന്നല്ല. അക്കു ഭയങ്കര എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് അക്കു. ഞാൻ യൂഷ്വലി കേട്ടിട്ടുണ്ട് ബ്രൈഡ്സ് ഭയങ്കര ടെൻഷനാണ് അത്. പക്ഷെ എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. എനിക്ക് ടെൻഷനില്ല, ഭയങ്കര ഫ്രീ ആയിട്ട് ഞാൻ ഇരിക്കുന്നത്. യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാൻ ടെൻഷൻ ഇരിക്കേണ്ടതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് അക്കുവിനുള്ള ആ ഒരു ബോണ്ടിങ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് ടെൻഷൻ എന്നുള്ള പാർട്ടേ എനിക്കില്ല. എനിവേസ് എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ അനുഗ്രഹമൊക്കെ വേണം. നമ്മുടെ ഒരു ബിഗ് ഡേ ആണ്. ലൈഫ് ലോങ് നമുക്ക് ഇതുപോലെ ഹാപ്പി ആയിട്ട് അക്കുവിൻ്റെ കൂടെ ഒരു ഫാമിലി ആയിട്ട് കഴിയാൻ പറ്റണം. എൻ്റെ അടുത്തുള്ള ഇപ്പം എൻ്റെ റൂംമേറ്റ്സിനാണെങ്കിലും എൻ്റെ ക്ലോസിലെ ഫ്രണ്ട്സിനാണെങ്കിലും എൻ്റെ ചേച്ചിൻ്റെ ഫാമിലി ഇതൊക്കെ അറിയാം ഞാൻ ഈ ഒരു ഡേന് വേണ്ടിയിട്ട് എത്ര കാത്തിരുന്നു എന്നുള്ളൊരു കാര്യം. അതായത് ഒരുപക്ഷെ 1 വർഷം മുമ്പ് ഞാൻ എൻ്റെ കല്യാണത്തിന്റെ ദിവസത്തിന് വേണ്ടി ഞാൻ ഇത്ര എക്സൈറ്റഡോ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആയിരുന്നില്ല. എല്ലാം ഓക്കെ, കല്യാണം നോർമലാണ്, അത്ര ഒരു യൂഷ്വൽ സംഭവമാണ്, ആ രീതിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഐഷു എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ലൈക്ക് വാട്ട് ഷീ മീൻസ് ടു മീ എന്ന ഒരു റിയലൈസേഷൻ എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് ഈ ഒരു ദിവസം ഞാൻ അത്രയും കാത്തിരുന്ന ദിവസമാണ്. ലൈക്ക് അത് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഞാൻ ആ മണ്ഡപത്തിൽ കയറി കാലി കിട്ടുന്ന ആ മൊമെന്റ് ഒക്കെ അത് എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു എന്നും എന്റെ മനസ്സിൽ എന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണമെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഞാൻ അത്രയും
വെയിറ്റ് ചെയ്ത ഒരു മൊമെന്റ് ആണ്. ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലനടയിൽ താലി കെട്ടാണ്. ഭയങ്കര സന്തോഷം. കുറെ പേർക്ക് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ താലി കെട്ടാനൊക്കെ. നമുക്ക് ദൈവം സഹായിച്ചിട്ട് എല്ലാം ഭംഗിയായിട്ട് അങ്ങനെ തന്നെ എല്ലാം നല്ല ഫിംഗേഴ്സ് ക്രോസ്ഡ് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ചുമ്മാ ഞാൻ മറ്റേ വൈബാവട്ടെ. രണ്ട് മക്കളിലെ ഇളയ മോനാണ് ആകാശ്. അപ്പൊ അശ്വിനെ പോലെ തന്നെ അച്ഛനും അമ്മയും കാണിച്ചു കൊടുക്കുന്ന പെൺകുട്ടിനെ കല്യാണം കഴിക്കണമായിരുന്നു എന്നായിരുന്നു എന്റെ ആഗ്രഹം. ഒരു പേടിയുണ്ടായിരുന്നു ആകാശ് ആരെങ്കിലും കുട്ടി കൊണ്ടുവരുമെന്നുള്ള ഇതൊക്കെ. പക്ഷെ നമ്മളുടെ ആഗ്രഹം സബലീകരിച്ചെന്ന് ഞങ്ങൾ കണ്ട കുട്ടിയെ തന്നെ അവൻ സ്നേഹത്തോടെ 100% ഇഷ്ടത്തോടെ കല്യാണം കഴിച്ചു. അപ്പൊ രണ്ട് മക്കളിങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ആയത് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തതും വലിയ സന്തോഷമാണ്. കാലത്തെ വെയിറ്റിംഗ് ആണ്. കുറേ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം കാലത്തെ വെയിറ്റിംഗ് ആണ്. ഈ ദിവസത്തെ എന്താ പറയുക, അത്രയും വെയിറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. അറിയില്ല, ജസ്റ്റ് കാണാം. പ്രത്യേകിച്ച് അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, ജസ്റ്റ് കാണണം അത്ര തന്നെ. കാരണം ഇത് കുറേ വട്ടം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചൊരു ഇമേജാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. കണ്ണെടുക്കട്ടെ, വരട്ടെ. കുറച്ചങ്ങോട്ട് കൊള്ളാവോ? അറിയണ്ട, ഇമോഷണൽ. ശരിക്കും നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഞാനല്ല ഐശു, ഒരളവക്ക്
जगमगिसो सखी सिगमना सुखी मधुरगाನ ಚದುರೆ ಮೌನ ದಿನವೂ ಅರಳುವವು ಜಗಮಗಿಸೋ ಸಖಿ ಸಿಗಮನ ಸುಖಿ मांगल्यं तन्तुनानेन मम जीवनहेतुना कन्दे बध्नामि शुभगे त्वं जीव सदा शतम् मांगल्यं तन्तुनानेन मम जीवनहेतुना कन्दे बध्नामि शुभगे त्वं जीव सदा शतम् मिഴിവേകും മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ മിഴിവേകും മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ ഉള്ളിലീറൻ തെന്നലായൻ മുന്നിൽ വന്നു നിന്നാൽ പെണ്ണേ മാംഗല്യം മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ മാംഗല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം നിഴലായി നീ അണിചേരാൻ മാംഗല്യം മനമാകെ മാംഗല്യം പുതുകനവിൻ പന്തലു വേണം വഴിയാകെ നിറമേകും നറുമുല്ലപ്പൂവതു വേണം മനമാകെ മാംഗല്യം പുതുകനവിൻ പന്തലു വേണം വഴിയാകെ നിറമേകും നറുമുല്ലപ്പൂവതു വേണം വെണ്ണിലാവിൻ വെള്ളി പൂടവ വേണം പെണ്ണിൻ കുറി വരയ്ക്കാൻ തിങ്കൾ കലയും മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ മാംഗല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം നിഴലായി നീ അണിചേരാൻ മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം കണ്ടേ നിറവാനി മഴവില്ലിൻ ജീവശരാശരം മിഴിയാളിൻ കനവാളായി മാംഗല്യം കണ്ടേ നിഴലായി നീ അണിചേരാൻ ജീവശരാശരം മാംഗല്യം കണ്ടേ ബധ്നാമി ശുഭഗേ ത്വം ജീവ ശരദാ ശതം മാംഗല്യം തന്തുനാനേന മമ ജീവനഹേതുനാ കണ്ടേ ബധ്നാമി ശുഭഗേ ത്വം ജീവ ശരദാ ശതം മാംഗല്യം തന്തുനാനേന മമ ജീവനഹേതുനാ കണ്ടേ ബധ്നാമി ശുഭഗേ ത്വം ജീവ ശരദാ ശതം സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ सर्वेशपूर्णं शान्तिर्भवानिहं सर्वं प्रपञ्चं विश्वमोहम् आनन्दभावं देवं प्रपञ्चनामयं मङ्गलं मानसम्
സുതാര്യവാസരം പ്രഷദപ്രകാമകന്മഷം അവികസുഹാസവാമയം ഹസിതവഭാവമഞ്ജുകം സാ സാ സനി സനി ധനിധ നിധമപമഗപ നിധമപ മഗരിസ സർവലോകേ ഭവാനുണർന്നുവോ സുസ്മിതം വന്ദനം അനുഗീതചാരദം ഹരി സർവേശമംഗളം സുസ്ഥിരം സുന്ദരം ദേവനമ്മായേ മന്ദഹാസമേ മാനസമാലോകേ ശാന്തി സംഭവേ മഹാനീതേ ലീലാമയ മംഗളം. നമ്മളെ കല്യാണം കഴിഞ്ഞു. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഞാൻ വളരെ കാത്തിരുന്ന ഒരു ദിവസമാണ്. അപ്പം ഐഷു, ഐ ലവ് യു, ഐ വിൽ ഓൾവേസ് ലവ് യു. താങ്ക് യു ഫോർ കമ്മിങ് ടു മൈ ലൈഫ്. അങ്ങനെ നമ്മൾ ഒരുപാട് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. കുറച്ചിങ്ങനെ കുറച്ച് ചില്ല് ചെയ്യണം, ഒരുപാട് മെച്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ച് തുടങ്ങിയിട്ടില്ല. കുറച്ച് ഫണ്ണായിട്ട് ചില്ല് ചെയ്തിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് നടക്കണം. രണ്ട് ഫാമിലീനെ നന്നായിട്ട് നോക്കണം നമുക്ക്. അത്രയൊക്കെ തന്നെ. എല്ലാവരും വരുന്നുണ്ട്, കുറേ പേര് ദൂരത്തു നിന്നൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ കൂടെ നമ്മുടെ ഈ ഒരു ഡേ അവർക്കും നല്ലൊരു ഡേ ആയി മാറട്ടെ. എന്നും ഓർത്തിരിക്കാൻ പറ്റിയൊരു നല്ലൊരു ഡേ ആവട്ടെ. അങ്ങനെയൊക്കെ തന്നെ. ഇനി ബാക്കി അക്കുനോട് ചോദിച്ചു നോക്കൂ. ആകാശിനും ഐശ്വര്യക്കും ഞങ്ങളുടെ സർവ്വവിധ മംഗളാശംസകളും ആയുരാരോഗ്യത്തിന് വേണ്ടിയും ദീർഘായുസിന് വേണ്ടിയിട്ടും ദാമ്പത്യ ജീവിതം ഞങ്ങൾ രണ്ടുപേരും ആശംസിക്കുന്നു. എന്നും ഇതുപോലെ ഇതുമായിട്ട് നമ്മളിപ്പോ അച്ഛനും അമ്മയും അങ്ങനെയാണ്, അശ്വിനും ആളും അങ്ങനെയാണ്. അതുപോലെ ആകാശ് ഇപ്പോ കല്യാണം കഴിച്ച ആകാശും മോളും നമ്മളെപ്പോലെ തന്നെ എന്നും ഇടക്കിടക്ക് കുഞ്ഞു കുഞ്ഞു സൗന്ദര്യപ്പണക്കങ്ങളും ഒക്കെ ആയിട്ട് പൂർവാധികം സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് കാലത്ത് ഇങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾക്ക് സന്തോഷം തന്നുകൊണ്ട് കുട്ടികളോടും അവരുടെ പ്രസൻസും അവരുടെ സ്നേഹവും ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ലൈഫ് ഒരുപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മൂത്ത മകനും ഭാര്യനെ പോലെ തന്നെ രണ്ടാമത്തെ മകനും അവന്റെ ഭാര്യയും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു ഫാമിലിയാണ്. അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പൊ ആകാശേട്ടനും ഐശ്വര്യനും ഹാപ്പി മാരീഡ് ലൈഫ്. അക്കുനെ മീറ്റ് ചെയ്തപ്പോ എനിക്ക് തോന്നി ഐശ്വര്യന് വേണ്ടി ഉണ്ടാക്കിയ ഒരാള്. അതെങ്ങനെ കറക്റ്റ് ഫിറ്റായേ നമ്മൾ പണ്ട് തൊട്ടേ നമുക്ക് അറിയുന്ന ഒരാൾ പോലെയാണ് ആകാശ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഐശ്വര്യ ആകാശ് പക്ക കോമ്പിനേഷൻ. രണ്ടടിച്ചു പൊളിച്ചിട്ട് നടക്കാൻ ടീമുകളാണ്. അതേ അടിച്ചുപൊളി ലൈഫ് ഫുള്ളായിട്ടാണ് ഉണ്ടാവുന്നത്. നല്ല ഹാപ്പിനെസ്സോട് കൂടി നടക്കുക. പിന്നെ ഐശ്വര്യ എന്താ പറയാ, ഞങ്ങളിൽ പാപ്പുള്ള കല്യാണം കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടമായി. എന്നുവെച്ചാൽ വലുതായി പോവാനായിട്ടൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഐശ്വര്യ ആകാശം നല്ല സന്തോഷം. ഹായ് ഐശു ആകാശ്. ഐശുവിന്റെ മാമിയാണ്. അപ്പോ ഐശുവിനെ എത്ര വയസ്സ് മുതലേ കാണാൻ തുടങ്ങിയത് കറക്റ്റ് അറിയില്ല. 10 വയസ്സ് മുതലൊക്കെ കാണാൻ തുടങ്ങിയത് ഞാൻ മുതലേ കാണാൻ തുടങ്ങിയത്. അപ്പൊ ഐശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ക്യാരക്ടറാണ്. ഭയങ്കര വൈബായി നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഐശു. അപ്പൊ ഐശുവിന് അതേ വൈബിൽ തന്നെ ആളെ കൂടുതലുണ്ടോ എന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ലൈഫ് ഫുൾ ഇതേ വൈബിൽ തന്നെ പോട്ടെ എന്ന് ആശ്വസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, എനിക്ക് സെയിം അത് തന്നെ പറയാനുള്ളൂ. ഐശ്വര്യന്റെ ചെറുപ്പം മുതലേ അവളെ കണ്ടുന്നതാണ്. അതിനുശേഷം അവള് പാകം മെച്ചൂർഡായി നല്ലൊരു ഇതിക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അവൾക്ക് നല്ലൊരു ലൈഫ് നേരുന്നു. ഓക്കെ, ഐശ്വര്യ വെച്ചാൽ നമ്മുടെ അനിയത്തി മാത്രല്ല, ബെസ്റ്റ് ഫ്രണ്ടാണ്. ഏതൊരു പരിപാടിക്കും ഐശ്വര്യയുടെ മുമ്പിൽ എന്താണ് നമ്മളൊപ്പം കട്ടയ്ക്ക് നിൽക്കും. ഇനിയുള്ള പരിപാടികളൊക്കെ ഇനി ആര് പരിപാടികൾ സപ്പോർട്ട് ചെയ്താണെന്ന് വിചാരിക്കുന്നത്. സപ്പോർട്ട് ഇനി വരും വിചാരിക്കുന്നത്. അപ്പോ ഐശ്വര്യ ആകാശിനും എല്ലാ ഭാഗങ്ങളും ഇനിയുള്ള ജീവിതം അടിപൊളിയാവട്ടെ.
ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഹാപ്പിയസ്റ്റ് കപ്പലാണ് അവര്. അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. എല്ലാ ആശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ്. ആകാശിന്റെ അനിയനാണെങ്കിലും അവൻ ഒരു ചേട്ടന്മാരാണ്. എല്ലാം ഭയങ്കര മെച്ചോർഡാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം എനിക്കൊരു അനിയത്തെ കുട്ടി കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ. നിനക്കെന്താ പറയുക ആവശ്യം പറ്റി? അക്കു നമ്മളെ ഫാമിലിയിൽ എന്ന് വെച്ചാല് എല്ലാവരുടെയും പെറ്റാണ്, ഭയങ്കര കണക്റ്റഡ് ആണ് എല്ലാവരുമായിട്ട്. നല്ല പോസിറ്റീവ് വൈബുള്ള കുട്ടിയാണ്. അതേപോലെ തന്നെ ഒരാളെ തന്നെ നമുക്ക് കിട്ടി. അവന്റെ കിട്ടി. എപ്പോഴും എല്ലാവരും പറയും വളരെ പ്ലസന്റ് ആൻഡ് ഹാപ്പി ആയിട്ടാണ്. അതുപോലെ തന്നെ രണ്ടാളും എന്താ പറയാ ബെസ്റ്റ് കപ്പിൾ. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബ്ലെസ്സിങ്സ്, ലവ്, ബെസ്റ്റ് വിഷസ്. ഐശ്വര്യെ പറ്റി പറയുകയാണെങ്കിൽ ആള് ഭയങ്കര വൈബ്രന്റ് ആണ്, ഭയങ്കര ആക്റ്റീവ് ആണ്. അത് വൈബിന്റെ ആളാണ്. അപ്പൊ പറ്റിയ ഒരു പാർട്ണർ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വളരെ സന്തോഷമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. ഓസ്ട്രേലിയ ഇതിനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം, ഗുഡ് പെരുമാറ്റം, നല്ല ഐശ്വര്യനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, എന്റെ ചങ്കാണ്. എനിക്ക് എന്താ പറയാ, ഞങ്ങൾ അവിടെ ഇപ്പോഴും അടിയൊക്കെ ഉണ്ടാവുമെങ്കിലും പക്ഷെ എന്നാലും അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഞാൻ ഇപ്പോഴും അവിടെ കൊണ്ടുണ്ടാവും. പിന്നെ എന്താ പിന്നെ കുറച്ച് ഇമോഷണൽ ആണ് ഇപ്പൊ നമ്മൾ പോകുന്ന കാരണം. അതൊരു പാർട്ട് ഓഫ് ലൈഫ് ആണല്ലോ. പിന്നെ ഷീ ഗോട്ട് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഇൻ ഹർ ലൈഫ്, ദാറ്റ് ഇസ് അപ്പു. അപ്പു ഇത് ഫൺ പേഴ്സൺ ആണ്. അവർ പറയുന്ന പോലെ ഫൺ ലവിങ് പേഴ്സൺ ആണ്. എവറി ടൈം എന്റെ ലൈഫിൽ ആ ഫുൾ ടൈം അവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫുൾ ടൈം ഭയങ്കര ചിറ്റ് ബോക്സ് ആണ്. ഞാൻ ഐശ്വര്യൊപ്പം മീറ്റ് ചെയ്ത് 1 ഇയർ ആണ്. ഞാൻ ഫെയർലി ന്യൂ അഡീഷൻ ആണ് ഫാമിലിയിലോട്ട്. 1 ഇയർ കഴിയുമ്പോൾ ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഐശ്വര്യവും കീരിങ് ആ ഒരു ബോണ്ട് കാണുമ്പോൾ ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് എ ബിഗ് സിസ്റ്റർ ആൻഡ് ബിഗ് സിസ്റ്റർ സ്മോൾ സിസ്റ്റർ ഒരു എനർജിയാണ്. രണ്ടുപേർക്കും ദേ നീഡ് ഈച്ച് അതർ ഫോർ ഓൾ വാട്ട് എവർ ഇമോഷണൽ സപ്പോർട്ട് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു പുട്ട് ഇൻ വേർഡ്സ്. അതേസമയം ഐഷു ടു മീ ഇറ്റ്സ് ലൈക്ക് എ റേ ഓഫ് സൺഷൈൻ. എന്താ പറയാ, every time I see her, she's always this jovial, bubbly person. എന്തിനും എപ്പോഴും ആ ഒരു ചിരിയില് ആ മിക്കളിയാന്ന് വെക്കുമ്പോ തന്നെ നമുക്ക് ആ എന്താ പറയാ warmth feels right. That is difficult to explain. And അതേ ഐശ്വര്യ വന്നത് അതിനേക്കാട്ടിലും എനർജി ഉള്ള ഒരു പേഴ്സൺ അക്കു. അച്ചുവിനെ കണ്ടാൽ അറിയാം. It was like matches Aishu on another level. And I sincerely hope that they take it to the next level, the relationship and the marriage, and they are happy. They have a very happy life together. So wishing you a happy marriage. We love you so much. प्रमदं सुगमदनं सदहर ईश्वरी सर्वसमृद्धमे माङ्गल्यम् अगरं मनममुदं मुखप्रणयाभरमे सत्यसमसित माङ्गल्यम् शिवरूपिणि परमेश्वरधि परिणय
കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത്. കണ്ണോരത്ത് കൈദൂരത്ത് നീ സ്വപ്നം പോലെന്നുള്ളിൽ പെയ്യും നേരത്ത്. കോർക്കാമിരു കൈകൾ ഇനി പോകാം കാലങ്ങൾ, നാം ഓരോ ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ. കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂടിയ മോഹങ്ങൾ, നീ മായാജാലങ്ങൾ ഓരെന്നും മുന്നിൽ മിന്നുന്നു. ജന്മം തൊട്ടേൻ കൂടെ കൂട്ടായി വന്നു നീ നീട്ടും പൂക്കാലങ്ങൾ, ഞാനേകും പൂന്താരങ്ങൾ. ആത്മാവിൽ ആരോ പറഞ്ഞിടും പേരു നീ, ആനന്ദം നീയാകവേ. നീ എന്നുമേ എന്നിലെ സാഗരം സഖി തീര പോലെ കാതിൽ നിൻധ്വനി മായാപ്പൂവയെന്നും പൂവിട്ടു നീ അകമാകെ ഋതുകളാ പോയോ ഒഴിയുന്നു കാലമേറെ കാതലാകുമീ പിറൻ കുഞ്ഞു പൂവിലേ നീ പൊൻകണം പറയുകയാ
കിനാവിലെന്റെ കണ്ണ് മൂടിവാ നാമേറെ മാറിയെങ്കിലും കാലം കഴിഞ്ഞു പോകിലും നീലാവ് കോർത്ത മുത്തുപോയേവാ നിലോലമാ കഴുകിയോ അകലുന്നുവോ നീറുമെന്നിൽ തെന്നലാകുമീ രാവിൻ മഞ്ഞു കൂട്ടിലേ പൊൻകണം മറയുകയോ മിഴി നിറയുകയോ നീ എന്നിലെഴുതിയ വരികൾ രണ്ടായി പിരിഞ്ഞൊരു വഴികൾ മറയുകയോ ദീപം ജ്വലിക്ക കോലം എഴുതി മംഗളവാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம் செல்ல கிளி தானும் மெல்ல நாணம் கொண்டாட
കല്യാണ വൈഭോഗമേ ലക്ഷ്മി കല്യാണ വൈഭോഗമേ கொத்தோடு வாழை மரம் கொண்டு வந்து நிறுத்தி கோப்புடைய பந்தலுக்கு மேற்கட்டு கட்டி கௌரி கல்யாண வைபோகமே லக்ஷ்மி கல்யாண வைபோகமே மாலை சாற்றினாள் கோதை மாலை மாற்றினாள் மாலை சாற்றினாள் கோதை மாலை மாற்றினாள் மாலடைந்து மதிலரங்கன் மாலை அவர் தன் மார்பிலே மாலடைந்து மதிலரங்கன் மாலை அவர் தன் மார்பிலே மையலாய் தையலாய் மாமலர் கரந்தினாள் மையலாய் தையலாய் மாமலர் கரந்தினாள் மாலை சாற்றினாள் கோதை மாலை மாற்றினாள் மாலை சாற்றினாள் கோதை மாலை மாற்றினாள் மாலை சாற்றினாள் கோதை மாலை மாற்றினாள் பொன்னூஞ்சலில் பூரித்து பூஷணங்கள் தரித்து ஈஸ்வரனாரிடத்தில் ஆசைகள் ரொம்ப வைத்து கண்ணூஞ்சல் ஆடி இருந்தாள் கண்ணூஞ்சல் ஆடி இருந்தாள் காஞ்சன மாலை மனமகிழாள் கண்ணூஞ்சல் ஆடி இருந்தாள் இந்திராணி அம்மன் பாதத்தை தொட்டு ஏற்றமாம் பசும் பாலிட்டாள் பன்னீரில் கங்கை ஜலம் கொணர்ந்து பாதத்தை தொட்டலம்பினாள் ஆரத்தி உண்டை சுற்றினார் அங்கே 5 தீபங்கள் ஏற்றினார் பச்சை വളരെ സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ ആകാശൻ ഐശ്വര്യ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് തേരാറ്റിൻ തീരത്തെ പമ്പയാറ്റിനോരത്തെ പൂന്തോപ്പിൽ മാങ്കാവിൽ നാളികേരത്തോട്ടത്തിൽ തത്തി തത്തി പോകും പൂങ്കാറ്റേ രുചികൾ പടരും മരുതപ്പാട്ടിൻ മീട്ടുകൾ മൂളിത്താ മലരന്ന കണ്ണ മുഖമൊത്ത
பட 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 படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா நான் சட 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 மழையன வந்தேன் கண்ணம்மா திருநாள் இதுவா இதயம் தரவா ஊரே தேன் மெதுவா குஞ்சி குஞ்சி வரவா பட 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 படவன எந்த கண்ணம்மா சட சட மழையன வந்தேன் கண்ணம்மா ஆர்ப்பாட்டமா நீ வந்ததும் தேரோட்டமா நிகழ்காலம் நீ எனவே காதல் கூறி கைப்பிடித்து கூட்டிச் சென்றதா சின்ன தூரில் தூரிடவே மீண்டும் இந்த வேப்ப மரம் வெட்டப்பட்டதா இதுவே திருநாள் இதயம் தரும் நாள் ஒரே தேனது நாள் உன்னிடத்தில் மனநாள் பட 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 படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா சட 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 மழையன வந்தேன் கண்ணம்மா குரிலான நெஞ்சில் இன்று நெடிலான காதலா முகையந்தன் வாசம்தான் உன் மழைக்கால சாரலா எழுதாத உந்தன் தாளில் இனி எந்தன் பாடலா அழகான நாட்கள் மெல்ல உருவானதா பட 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 படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா சட 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 மழையன வந்தேன் கண்ணம்மா திருநாள் இதுவா இதயம் தரவா ஒரே தேன் மெதுவா கஞ்சி கஞ்சி வரவா பட 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 பட
കാണാനായി കഥയറിയാനായി ഏതോ നൂറു നൂറു തീരങ്ങൾ തേടി ഞാൻ വന്നു ചേരുന്നു. വിടരാനായി കണ്ണിൽ പടരാനായി ഏതോ നൂറു നൂറു മഴവില്ല് മേഘങ്ങൾ പൂത്തു നിൽക്കുന്നു. വരി നെല്ലിൻ പാടം തേടിപ്പോയി കതിരോലപ്പൈങ്കിളി ചെറുചിറകും വീശി പാറവേ പുതുമഴയും പെയ്തെന്ന് മഴ നൂലായി മെല്ലെ പെയ്യവേ തുടികൊട്ടി കുളിരുന്നേ പാവം പൈങ്കിളിക്ക് കുളിരാറ്റാനാളുണ്ടോ ആരാരാണേ ആരാരാണേ കൂട്ടിനായി പോരുന്നോരേ ഇതിലേ ഇനി നീ മലർപ്പെയ്യും മേടുണ്ട് കതിരാടും കാടുണ്ട് കൂടെ നീ പോര് കിളിയേ
नित्यभासं रमाकण्ठहारं श्रुतिव्रातसारं जलान्तर्विहारं धराभारहारं चिदानन्दरूपं मनोज्ञस्वरूपं धृतानेकरूपं भजेऽहं कृताम्नायदानं खगाधीशयानं विमुक्तेर्निदानं हरारातिमानं स्वभक्तानुकूलं जगद्वृक्षमूलं निरस्तार्थशूलं भजेऽहं समस्तामलेशं त्रिदेवाभकेशं जगद्विम्बलेशं हृदाकाशदेशं सदा दिव्यदेहं विमुक्ताखिलेहं सुवैकुण्ठगेहं भजेऽहं సనిద పమదని గపమగరి సనిద పమదని గపమగరి మదని గప సనిద పమదని గపమగరి రి మగరి మదని గప సనిద పమదని గపమగరి రి మగరి మదని గప సనిద పసని గపమగరి మదని గపమగరి సరి మదని గప సరి సని గపమగరి మదని గపమగరి సరి మదని గప సరి సరి మదని గపమగరి రి మద పమగరి మగప సనిద పమదని గప సరి మగరి సనిద పమగరి మదని గప సగరి మగరి సని సగరి మగరి సని పమ సగరి మగరి సని సగరి మగరి సని సగరి మగరి సని సగరి మగరి సని కని మానవతారుడే కనిపించినాడే నటన త్యాగరాజు కని అవతారుడే కనిపించినాడే నటన త్యాగరాజు మానవ్యాలకి പിന്നെ നിങ്ങൾ രണ്ടുപേരും കുറിച്ചൊരു കാര്യം പറയാനുള്ളത്, അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടാണ് ഇവിടെ വരുന്ന എല്ലാവരെയും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം ആകാശാണെന്നുണ്ടെങ്കിലും ഐശ്വര്യാണെന്നുണ്ടെങ്കിലും. ആകാശം, ഞാൻ നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, എന്റെ ആകാശവും ഭൂമിയും ഒക്കെ ഇനി ഐശ്വര്യ തന്നെയാണ് എന്ന്. അല്ലേ? അത് ആകാശം മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗ് ടാഗാണ്. സോ ഗൈസ്, നമ്മൾ ഈ സമ്മാനം അവർക്ക് കൊടുക്കുകയല്ലേ. അപ്പൊ അതിന് മുൻപായിട്ട് ഈ ഗ്രൂപ്പിന്റെ ഇതിന്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയാം, അങ്ങനെയാണ് ഇവർ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് രണ്ട് വാക്ക് സാർ, ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ട് വാക്ക് ഇവർക്ക് വേണ്ടി പ്ലീസ്. അതെ, സന്തോഷാശ്രു വരുന്നുണ്ട് പുള്ളിക്ക്, എന്നാലും ഞാൻ ഈ മൈക്ക് കൊടുക്കുകയാണ്. ഔട്ട് ചെയ്യൂ. ശരിക്കും ഇതൊരു ഗിഫ്റ്റ് അല്ല, ഞങ്ങളൊരു ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇവരുടെ കല്യാണം പ്രമാണിച്ച്. കണ്ടു കാണുമായിരിക്കും ബേസിക് കമ്മിറ്റ്സിന്റെ പേജിൽ. അതെ, അകം ക്യാപ്ഷൻ ക്യാമ്പയിനിങ്. പക്ഷേ എന്തുകൊണ്ടാണോ നിർഭാഗ്യവശാൽ അതിനാകെ 5 ലൈക്കും ഒരു 3 വ്യൂ ആണ് കിട്ടിയുള്ളൂ. അപ്പൊ ആ ക്യാമ്പയിൻ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പോസ്റ്റർ റിവീലിംഗ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ പോസ്റ്റർ നിങ്ങളൊന്ന് റിവീൽ ചെയ്ത്. Let's make Agam happy. Okay. അപ്പൊ ഈ ഞങ്ങളുടെ പേജ് എല്ലാവരും ഫോളോ ചെയ്യാ. ഈ പേജിൽ ഐശ്വര്യ പല 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 പോസ്റ്റുകളുണ്ട്. എല്ലാത്തിനും കമന്റ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. ഇനി അടുത്തൊരു ഗിഫ്റ്റ് ഉണ്ട്.
പണ്ടൊരു മഴ നനഞ്ഞ ഹരിയുടെ ഹരി ഒരു കൊടയില്ലാതെ വന്നപ്പോൾ ഐഷു ഞങ്ങളുടെ ഹരിക്ക് ഒരു കൊട കൊടുത്ത് സഹായിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ കൊട തിരിച്ച് ഐഷുവിന് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പൊ ഈ വേദിയിൽ വെച്ച് ഹരി ഐഷുവിന് ആ കൊട തിരിച്ചു കൊടുക്കുകയാണ്. സ്നേഹം കൂടുതൽ കൊണ്ട് ഐഷുവിന്റെ പല പല ചിത്രങ്ങൾ ആ കൊടയിൽ കാണാം. ആക്ച്വലി ഫണ്ണായിട്ട് ചെയ്യുന്ന ഇത് ഞങ്ങളുടെ ആക്ച്വൽ ഗിഫ്റ്റിലേക്ക് കിടക്കാം. ശരിക്കുള്ള ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇത് ശരിക്കുള്ള ഗിഫ്റ്റാണ്. ഇതില്ല, നേരെ 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 ഇത് ബേസിക്കലി ഞങ്ങളുടെ ഒരു മെമ്മറി ആൽബം ആണ്. അമൃതയിൽ തുടങ്ങി ഇന്നലെ വരെയുള്ള എല്ലാ ഫോട്ടോസും ഇൻക്ലൂഡ് ചെയ്ത് അതെ രാത്രിയാണ് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. ഐഷു രണ്ടു വാക്ക്. ഇമോഷണൽ സെൻസിബിൾ. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ബേസിക് കമ്മ്യൂണിറ്റീസ്. എനിക്ക് വളരെ ചെറിയ സർക്കിളുള്ളൂ. അതിൽ ഏറ്റവും എന്നെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളത് ഇവരാണ്. ലൈക്ക് നമ്മൾ എംടെക്കിലാണ് പരിചയപ്പെട്ടതെങ്കിലും സ്റ്റിൽ നമ്മൾ ഇപ്പോഴും ആ ബോണ്ടിങ് ഉണ്ട്. അത് എല്ലാവരും ഇങ്ങനെ വിചാരിക്കും എംടെക് കഴിഞ്ഞിട്ട് കാലങ്ങളായില്ലേ, എന്നിട്ട് എന്താണ് ഇത്ര നിങ്ങൾക്ക് സംസാരിക്കാറുള്ളത്. പക്ഷെ എന്താണെന്നറിയില്ല, സംതിങ് ഇസ് ദർ. നമ്മൾ തമ്മിലുള്ള ആ ബോണ്ടിങ് ഇപ്പോഴും ഉണ്ട്. നമുക്ക് വല്ലപ്പോഴാണ് നമ്മൾ കാണുക, പക്ഷെ എന്നാലും സ്റ്റിൽ നമുക്ക് ആ ഒരു ഫയർ ഉണ്ട് എല്ലാവർക്കും സംസാരിക്കാനും ഷെയർ ചെയ്യാനും മെമ്മറീസ് ഒക്കെ. ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഹരിയോട് ഒരു വട്ടം ഇത് പറഞ്ഞിരുന്നു, എനിക്ക് ഗിഫ്റ്റ് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, കോർ മെമ്മറി ആയിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിരുന്നു. ഇത്രയും എഫേർട്ട് എടുക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അയ്യോ, താങ്ക് യു. മെയിൻ എഡിറ്റർ ജപ്പാനിൽ നിന്ന് വന്നിരുന്നു. ജപ്പാനിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി മാത്രം മെയിൻ എഡിറ്റർ വന്നിരുന്നു. എല്ലാവരും വന്നതിന് വളരെ സന്തോഷം. ഇനിയുണ്ടോ? പോവാറായില്ലേ? ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അതായത് ഓസ്ട്രേലിയ ഒരു പ്രശ്നമുണ്ട്. ഇത് ഇന്ത്യയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, ഓസ്ട്രേലിയയിൽ മാത്രം പർച്ചേസ് ചെയ്യാൻ പറ്റും. അതെ, ഞങ്ങൾ അങ്ങ് ഓസ്ട്രേലിയ കടകത്തീന്ന് എത്തിയതാ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും അകത്തിന്റെ ഫാൻസ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളും അകത്തിന്റെ വളരെ ഫാൻസ് ആണ്. അപ്പൊ എല്ലാവരും അകത്തിന്റെ യഥാർത്ഥ അർത്ഥങ്ങളെല്ലാം തിരിഞ്ഞ് പഠിച്ച് നിങ്ങൾ അകത്തെ പിന്തുണയ്ക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, അത് തിരിച്ച് കാണിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. താങ്ക് യു സോ മച്ച്. ഒരു പിക്ചർ കൂടി എടുക്കാം. നമ്മളിതിനു മുമ്പ് പല ഫ്രണ്ട്സും ഇങ്ങനെയുള്ള സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട്. ബട്ട് ഇത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം.
അത് മക്കൾ കൊച്ചന്മാർ വായിക്കും. Thank you all. Thank you so much. Have a wonderful day.
അപ്പൊ ആകാശേട്ടനെയും ഐശ്വര്യനെയും ഹാപ്പി മാരീഡ് ലൈഫിലോ ഹാപ്പി ക്ലീശയാണ്, എന്നാലും അതാണ് റൈറ്റ്. ഓസ്ട്രേലിയ പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, പാവപ്പെട്ട ആളാണ്, എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുക, ഹാപ്പി ഇരിക്കുക, എൻജോയ് ചെയ്യുക, ഹാപ്പി മാരീഡ് ലൈഫ്. ഐശ്വര്യനും ആകാശനും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. അടിപൊളിയല്ലേ? നമ്മുടെ ഒരു ചങ്ക് പെങ്ങളാണ്, പൊളി. വിഷു ഹാപ്പി മാരീഡ് ലൈഫ് ആകാശൻ ഐശ്വര്യ. ഞങ്ങള് ബേസിക്കലി എംടെക് ഫസ്റ്റ് ഇയർ മുതൽ ഒരേ ക്യാമ്പസിലായിരുന്നു. ഞങ്ങള് എല്ലാരും ക്ലോസ് ആയത് മെയിനായിട്ട് ഒരു കോവിഡ് ടൈമില് കൊറോണ കാരണം. അതെ, എല്ലാവർക്കും കൊറോണ കാരണം കുറെ മോശം അവസ്ഥകൾ വന്നപ്പോ ഞങ്ങൾക്ക് കൊറോണ കാരണം കിട്ടിയത് നല്ലൊരു ഗ്യാങ് ആണ്. അതായത് അതുവരെ സിംഗിൾ അവരുടെ ക്ലാസ്സിലുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഞങ്ങൾ സെപ്പറേറ്റ് ഫ്രണ്ട്സ്. കൊറോണ ആയ സമയത്ത് ഞങ്ങൾ കോളേജിൽ എല്ലാവരെയും ഒരു ഐസൊലേഷൻ കഴിഞ്ഞിട്ട് അതിൽ എനിക്കൊരു ഇൻസിഡന്റ് പറയാം. അതെ, അപ്പൊ അങ്ങനെ എത്തി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് കമ്പനിയായി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകും, ക്യാമ്പസ് മൊത്തം കറങ്ങി നടക്കും. പിന്നെ കോളേജിൽ വീട്ടിലായിരിക്കും വീഡിയോ കോൾ വിളിക്കും. അത് പിന്നെ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയി. നമ്മൾ കൊറോണ കഴിഞ്ഞിട്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ആയി. കോളേജ് കഴിഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ട്രിപ്പ് പോകും. അപ്പൊ അങ്ങനെ അത് കണ്ടിന്യൂ. ഫസ്റ്റ് എല്ലാ ഈ ബേസിക് ഫോം ഇത് തന്നെ ഞങ്ങളൊരു ട്രിപ്പ് നടത്തി, എല്ലാരും കൂടെ ഒരു ട്രിപ്പ് നടത്തി. അത് വർക്കലയിലായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഇത് ഒരു ഭയങ്കര സ്ട്രോങ് ഗ്രൂപ്പായിട്ട് എല്ലാരും മീൻസ് എല്ലാരും ഭയങ്കര ബോണ്ടാണ്. വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് മെയിൻ ഒരു കാര്യമുണ്ട്, ഒരു റീൽ കൾച്ചർ പോലെ എന്താ പറയാ, കൂടുതൽ റീൽസ് ചെയ്യുക. അത് അപ്പൊ അതിലൊരു വളരെ ഫൺ കണ്ടെത്താനും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് കാണുമ്പോൾ നല്ല രസമുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അതിൽ ഐഷു വായിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റാത്തത്രയാണ്. അപ്പൊ അവള് ഒരു ട്രിപ്പ് പോയാലും എപ്പോ കൂടിയാലും എന്തെങ്കിലും ഒരു റീല് എവിടെന്നെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു എല്ലാവരും ഒരുമിച്ച് ചെയ്യിക്കാനും എല്ലാവരെയും എൻഗേജ് ആക്കാനും ഫ്രണ്ടിന്റെ കല്യാണം ഒരു നൈറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് അവളെല്ലാവരെയും ഡാൻസ് പഠിപ്പിച്ച് ഭയങ്കര സെറ്റ് ചെയ്ത് ഭയങ്കര ഗ്രാൻഡ് ആയിരുന്നു. ഫ്രെഡിന്റെ ഒക്കെ ഞങ്ങളുടെ 3 മില്യൺ റീൽസിന്റെ ആശാനാണ്. അപ്പൊ അതിലൊക്കെ ഐശ്വര്യ പാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പം മെയിനായിട്ട് ഐഷു എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഭയങ്കര വലുതാണ്. നമ്മളിപ്പോ നമ്മളെല്ലാവരും ആദ്യം ഒരു തുടക്കം ഒരു ഇത് കാണും, പിന്നെ നമ്മളിങ്ങനെ അതിന്റെ എനർജി ഇങ്ങനെ കുറഞ്ഞു പോകും. പക്ഷെ ഐഷു ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി അവളുടെ കല്യാണത്തിന് ഓരോന്ന് പ്ലാൻ ചെയ്യാൻ റീൽസ് എടുപ്പിച്ചു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് മിസ് ചെയ്യുന്നത്. വേണ്ടാന്ന് വെക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ അവള് വളരെ ഫൺ ഉണ്ടാക്കാനും അതെല്ലാം സന്തോഷപ്പെട്ടാക്കാനും ഒക്കെ അവൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് ഐഷു. ഞങ്ങൾക്ക് ഫൺ ക്യാരക്ടറാണ്. അവളെ ഡിഫൈൻ ചെയ്യുന്ന അതെ ഫൺ അൺലിമിറ്റഡ് എന്നാണ്. അവിടെ ഇനിയിപ്പോ ഓസ്ട്രേലിയക്ക് പോവാണ്. അപ്പൊ അതെല്ലാം ആലോചിക്കുമ്പോൾ ആകാശിന്റെ കൂടെ പറയാതെ ഒന്നാവില്ല. ഐശ്വര്യ നേരെ എന്താ പറയാ മെയിൽ വേർഷനാണ് ആകാശ്. നമുക്ക് വേണമെങ്കിൽ വല്ലപ്പോഴും തോന്നിയിട്ടുണ്ട് ആകാശ്. അവിടെ അവള് തന്നെ പറയും ഇവിടെ ഒരു കൊമ്പടിച്ചാൽ അവൻ ഡബിൾ അടിക്കും സെയിം. അപ്പൊ രണ്ടുപേരും തമ്മിൽ അത്രയും കോമ്പാറ്റിബിലിറ്റി ഉണ്ട്.
വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ഫാമിലി ലൈഫ് ആയിരിക്കും ഇൻ ഫ്യൂച്ചറിൽ. ഞങ്ങൾക്ക് അത്രയും ഷുവർ ആണ്. ഞങ്ങളത് ആശംസിക്കുകയും ചെയ്തു. ആകാശിനെ പറ്റി, ആകാശിന് നിങ്ങൾ ആക്ച്വലി ഭയങ്കര കമ്പനിയുടെ ഒറ്റ ദിവസം നിന്നു. അതായത് എൻഗേജ്മെന്റ് ടൈം. എൻഗേജ്മെന്റ് നിന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ ഐഫിന്റെ കൂടെ എത്തി. ആകാശം കുറച്ച് കഴിഞ്ഞിട്ട് വന്നി. പിന്നെ ആകാശം ഞങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് ഭയങ്കര ഒരു ബോണ്ടായി. നല്ലൊരു വൈബുള്ള മനുഷ്യൻ.